രാജൻ ജോസഫ്, സൈനിക നടപടി രാഷ്ട്രീയ പദ്ധതിയാക്കരുത് എന്നുകൂടി ശ്രീ എം.എ. ബേബി പറഞ്ഞു വച്ചിരുന്നു. ഒപ്പം തന്നെ ഈ മറ്റ് വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കുള്ള ഫണ്ട് പ്രതിരോധത്തിനായി ഉപയോഗിക്കരുത്, അതിനെയാണ് വിമർശിച്ചതെന്നും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമ്മളെ ആൻ്റണി പുണ്യവാളൻ ചെയ്തത് എം.എ. ബേബി അത് തന്നെ ചെയ്യണം, തുടർന്ന് ചെയ്യണമെന്ന് ഇപ്പോൾ പറയുകയാണ് ചെയ്തത്. കാരണം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കണം നമ്മുടെ സൈന്യം. നമ്മൾ പ്രതിരോധ ചെലവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടടി കൊടുത്താൽ മതി. ഞാൻ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനിലെയും രണ്ടിടത്തെയും ഈ പ്രതിരോധ ചെലവുകൾ കുറയ്ക്കാൻ പറ്റും. സമാധാനപൂർവ്വമായ ഒരു അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ടുന്ന പണമാണ് അതിർത്തി കാക്കാനും നമ്മുടെ ഈ ആം എക്യുപ്മെൻറ്റ്സ് മേടിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ചെലവഴിക്കുന്നത്. പക്ഷേ അതെന്തുകൊണ്ടാണ് നമുക്ക് ത്രെട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് വെറുതെ ചൊറിയാൻ പോകുന്നില്ല. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കല്ലെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് എറിയും. അപ്പോൾ പിന്നെ നമുക്ക് ഗതി കിട്ടിയിട്ട് നമ്മൾ തിരിച്ചടിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ബേബി പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആവശ്യമാണ്, സ്ലോഗനാണ് എം.എ. ബേബി CPM-ൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നത്. നമ്മുടെ ഒരു സ്ട്രാറ്റജിക്കൽ പാർട്ട്ണറാണ്. നമ്മുടെ മാത്രമല്ല, ഇന്ത്യയും അമേരിക്കയും UAE-യും ഇസ്രായേലും ചേർന്നിട്ടുള്ള സഖ്യമുണ്ട്. കോഡ് സഖ്യത്തിൽ നമ്മൾ അംഗമാണ്. അവിടെ ദക്ഷിണ കൊറിയയുണ്ട്, ഓസ്ട്രേലിയയുണ്ട്, അമേരിക്കയുണ്ട്, ഇന്ത്യയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം വിവിധ സഖ്യങ്ങൾക്കകത്ത്, ഇത്തരം സഖ്യങ്ങൾക്കകത്ത് എങ്ങനെയാണ് UAE-യും സൗദി അറേബ്യയും ഒക്കെ ഉൾപ്പെടുന്നത്? അവരെന്തുകൊണ്ടാണ് അത്തരം ഒരു സഹകരണത്തിൻ്റെ വഴിയിലേക്ക് ഇസ്രായേലുമായിട്ട് ചേരുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തെ നമ്മുടെ റോയല്ല, ലോകത്തെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് സംവിധാനം അത് അമേരിക്കയുടേതുമല്ല, അത് റഷ്യയുടേതുമല്ല, അത് മൊസാദാണ്. ആ മൊസാദാണ് ഒസാമ ബിൻ ലാദനെ വരെ ലൊക്കേറ്റ് ചെയ്ത് ഇൻഫർമേഷൻ മറ്റവർക്ക് കൊടുത്തു, അമേരിക്കയ്ക്ക്. അപ്പോൾ അവർ കയറി അടിച്ചു. മൊസാദ് ഈ UAE-യുമായിട്ടും സൗദിയായിട്ടും, കാരണം ഈ സൗദി അറേബ്യയ്ക്കും UAE-ക്കും ഒക്കെ വലിയ ഭീഷണിയായിട്ട് നിൽക്കുന്നത് ഒന്ന് ഹൂതികൾ എങ്ങോട്ടാണ് ഈ റോക്കറ്റ് വിടുന്നത്, ഷെല്ല് വിടുന്നത്? അബുദാബിയിലേക്ക് വിട്ടില്ലേ, സൗദി അറേബ്യയിലേക്ക് വിട്ടില്ലേ? അതിൻ്റെ പിന്നിൽ ഇറാനല്ലേ അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ മക്കയിലെ ഗെയ്ബ പള്ളിയുടെ അവിടെ വെടിവെപ്പ് നടത്തിയവരാ ഇറാൻ. അപ്പോൾ ഇത്തരം തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാൻ UAE-യും ബഹറിനും ഒന്നും വരില്ല. ബഹറിൻ ഈ ഹൂതികൾ സുയസ് കനാലിലൂടെ പോകുന്ന കപ്പലുകൾ ടാർഗറ്റ് ചെയ്ത സമയത്ത്, ചരക്ക് കപ്പലുകൾ ടാർഗറ്റ് ചെയ്ത സമയത്ത് ഫ്രാൻസും ജർമ്മനിയും അമേരിക്കയും ഒക്കെ ബ്രിട്ടനും ഒക്കെ ഉൾപ്പെട്ട, അവർക്കെതിരെ പ്രതിരോധം തീർക്കാൻ വേണ്ടി ഉൾപ്പെട്ട സഖ്യത്തിനകത്ത് ബഹറിനുണ്ട്. അവർക്ക് തിരിച്ചറിവുണ്ട്, വിവേകമുണ്ട്.